ആംപിയർ സർക്യൂട്ടൽ തിയറം ആപ്ലിക്കേഷൻസ്. ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ കാന്തിക മണ്ഡലം. എന്താണ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നീളത്തിൽ കുറേ അധികം ചുറ്റുകളുള്ള, ഏറെ ടേൺസ് ഉള്ള ഒരു കോയിലിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണണ്ടേ? അതിനു മുമ്പ് ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അത് മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നു നമ്മൾ പഠിച്ചു. ആ മാഗ്നറ്റിക് ഫീൽഡ് കോയിലിൻ്റെ ആക്സിസിലൂടെ ആയിരിക്കുന്നു നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാനായി റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് ഈ സോളിനോയിഡിനെ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാം. കണ്ടോ സോളിനോയിഡിൽ ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്? ഇതൊരു ബാർ മാഗ്നറ്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് സമാനമാണ്. സോളിനോയിഡിൻ്റെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കുക. ആക്സിസിന് പാരലായി യൂണിഫോം ആയ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ് പാസ് ചെയ്യുക. എങ്ങനെയാണ് സോളിനോയിഡിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും മനസ്സിലാവുന്നത്? നോക്കൂ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ഭാഗം നോർത്താണ്, തമ്പിരിക്കുന്ന ഭാഗം, അത് നോർത്ത് പോളായിരിക്കും. ഇനി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിൽ നിന്ന് അകന്ന് മറ്റേ സൈഡിലായിരിക്കും തമ്പിരിക്കുന്നത്. സോ നമ്മൾ കാണുന്ന ഭാഗം സൗത്ത് പോളായിരിക്കും. ഈ രീതിയിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച് ഉപയോഗിച്ച് നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളും കണ്ടുപിടിക്കാം. ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു എൻഡ് നോർത്ത് പോളും മറ്റേ എൻഡ് സൗത്ത് പോളും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു പാറ്റേൺ കണ്ടു. ഇനി നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആംപിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ഒരു സോളിനോയിഡ് എടുത്തിരിക്കുകയാണ്. സോളിനോയിഡിൻ്റെ കറണ്ട്, സോളിനോയിഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആയിട്ട് എടുത്തിരിക്കുന്നു. സോളിനോയിഡിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും നിങ്ങൾക്ക് കാണാം. നോർത്തിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൗത്തിലേക്ക് പാസ് ചെയ്യുന്നതും കാണാൻ പറ്റും. ഈ സോളിനോയിഡിൻ്റെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഒരു ആനിമേഷനിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ യൂണിഫോം ആയിട്ടുള്ള, പാരലായിട്ടുള്ള യൂണിഫോം ഫീൽഡ് ലൈൻസ് ആക്സിസിലൂടെ പാസ് ചെയ്യുന്നത് കാണാം. നമ്മളിപ്പം ഇനി ഈ ആക്സിസിൻ്റെ സെൻറ്റർ പോയിന്റിൽ, സോളിനോയിഡിൻ്റെ ആക്സിസിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആംപിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്യണം. ആംപിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ആംപീരിയൻ ലൂപ്പ് വേണം, ഒരു ക്ലോസ്ഡ് പാത്ത്. ശരിയല്ലേ? അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ക്ലോസ്ഡ് പാത്ത് ഒരു റെക്റ്റാങ്കുലർ പാത്താണ്. കണ്ടോളൂ, അതിൻ്റെ ഒരു വശം സോളിനോയിഡിൻ്റെ ആക്സിസിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു വശം സോളിനോയിഡിൻ്റെ പുറത്തൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ആംപീരിയൻ ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതിനൊരു പേരും കൊടുക്കാം, PQRS. അതിൻ്റെ ഡയറക്ഷൻ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ആ ഒരു നമ്മൾ പേര് കൊടുത്ത ആ ഒരു ഓർഡറിൽ തന്നെയാണ് അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഈ ഒരു ആംപീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത്ത്, ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ലെങ്ത് അല്ലേ, ആ ലെങ്ത് നമുക്ക് L എന്ന് എടുക്കാം. ഇനി ആംപിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ വെക്റ്റർ B ഡോട്ട് വെക്റ്റർ DL ഈക്വൽ ടു μ0 ഇൻറ്റു എന്താ അടുത്തതായിട്ട് വരേണ്ടത്? ടോട്ടൽ കറൻറ്റ് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത് അല്ലേ? അപ്പോൾ I ടോട്ടൽ. അപ്പോൾ ഈ I ടോട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ ഈ ആംപീരിയൻ ലൂപ്പിനകത്ത് ഉൾക്കൊള്ളുന്ന ആകെ കറൻറ്റിൻ്റെ വാല്യൂ ആണ് I ടോട്ടൽ. ടോട്ടൽ കറൻറ്റ് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്.
നമ്മുടെ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിൻ്റെ മീനിങ് എന്തായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് ദ ക്ലോസ്ഡ് പാത്ത് അല്ലേ? ഈ ക്ലോസ്ഡ് പാത്തിന് ചുറ്റുമുള്ള ആകെ കാന്തിക മണ്ഡലം, നമ്മളെടുത്തിരിക്കുന്ന ആംപീരിയൻ ലൂപ്പിന് ചുറ്റുമുള്ള ആകെ മാഗ്നറ്റിക് ഫീൽഡാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്ത് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ പാത്ത് അങ്ങ് ക്ലോസ് ചെയ്യും അല്ലേ? പിയിൽ തുടങ്ങി ക്യു ആർ എസ് വീണ്ടും പിയിലേക്ക് തിരിച്ചു വരും നമ്മൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ. ആ ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രലിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് 4 ഓപ്പൺ ഇൻ്റഗ്രൽസ് ആക്കുന്നു, 4 ലൈൻ ഇൻ്റഗ്രൽസ്. ഏതൊക്കെയാണ്? പി മുതൽ ക്യൂ വരെ 1, ക്യൂ മുതൽ ആർ വരെ 2, ആറ് മുതൽ എസ് വരെ മൂന്നാമത്തത്, എസ് മുതൽ പി വരെ നാലാമത്തത്. അങ്ങനെ 4 ലൈൻ ഇൻ്റഗ്രൽസ് ആക്കി എടുക്കുമ്പോഴത്തേക്കും ആ 4 എണ്ണം കൂടെ ചേരുമ്പോൾ എന്താവും? വീണ്ടും ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ തന്നെയാവും. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 4 ലൈൻ ഇൻ്റഗ്രൽസ് ആക്കി മാറ്റുകയാണ്. നോക്കിക്കോളൂ. ആദ്യത്തത് ഇൻ്റഗ്രൽ ഏതാണ്? ആദ്യം നമ്മൾ എടുക്കുന്നത് പി മുതൽ ക്യൂ വരെയാണ്. ഫസ്റ്റ് ലൈൻ ഇൻ്റഗ്രൽ നമ്മൾ എടുക്കുന്നത് പി മുതൽ ക്യൂ വരെ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇൻ്റഗ്രൽ പി ടു ക്യൂ അല്ലേ? പി തൊട്ട് ലോവർ ലിമിറ്റ് പി, അപ്പർ ലിമിറ്റ് ക്യൂ, പി മുതൽ ക്യൂ വരെ. സോ നമ്മൾ എന്ത് എഴുതുന്നു? ഇൻ്റഗ്രൽ പി ടു ക്യൂ എന്താ എഴുതേണ്ടത്? ബി ഡോട്ട് ഡി എൽ, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ പ്ലസ് അടുത്ത ഏതാണ്? ക്യൂ മുതൽ ആർ വരെയുള്ള ലൈനാണ്. ക്യൂ മുതൽ ആർ വരെയുള്ള ഈ ലൈൻ. ഓക്കെ, ഇൻ്റഗ്രൽ ക്യൂ ടു ആർ ബി വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ഡി എൽ പ്ലസ് അടുത്തത് ഏതാണ്? ആർ മുതൽ എസ് വരെ അല്ലേ? ആർ മുതൽ എസ് വരെയുള്ള ഈ ഒരു ലൈൻ. സോ ഇൻ്റഗ്രൽ ആർ ടു എസ് അഗെയിൻ വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ഡി എൽ പ്ലസ് ഇനി അവസാനത്തത് ഏതാണ്? അവസാനത്തത് എസ് മുതൽ പി വരെ. കണ്ടോ, നമ്മൾ തുടങ്ങിയ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തി. എസ് മുതൽ പി വരെയുള്ള ലൈൻ. ഇൻ്റഗ്രൽ എസ് ടു പി വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ഡി എൽ. കണ്ടോ, ഇപ്പം നമ്മൾ പി മുതൽ ക്യൂ വരെ, ദെൻ പ്ലസ് ക്യൂ മുതൽ ആർ വരെ, പ്ലസ് ആർ മുതൽ എസ് വരെ, ദെൻ എസ് മുതൽ പി വരെ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ലൈൻസ് ജോയിൻ ചെയ്ത് നമ്മുടെ ടോട്ടൽ ക്ലോസ്ഡ് ഇൻ്റഗ്രലിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ സോളിനോയിഡിൻ്റെ ഒരു വാല്യൂ നമുക്കിവിടെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, യൂണിറ്റ് നീളത്തിലെ ചുറ്റുകളുടെ എണ്ണം. അതായത് നമ്മുടെ ഈ സോളിനോയിഡിന് എത്രയും നീളമുണ്ട് അത്രയും നീളത്തിൽ ഒരുപാട് ടേൺസ് ഉണ്ട് ഈ കോയിലിന്. അപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് 20 സെൻറ്റിമീറ്റർ നീളമുണ്ടെന്ന് വിചാരിക്കുക സോളിനോയിഡിന്. ഈ 20 സെൻറ്റിമീറ്റർ നീളത്തിൽ 200 ചുറ്റുകളുണ്ടെന്ന് വിചാരിക്കുക, 200 ടേൺസ്. അങ്ങനെയാണെങ്കിൽ ഓരോ സെൻറ്റിമീറ്ററിലും എത്ര ടേൺസ് വീതം ഉണ്ടാവും? 20 സെൻറ്റിമീറ്റർ നീളം, 200 ടേൺസ്, 200 ചുറ്റുകൾ. അങ്ങനെയാണെങ്കിൽ ഓരോ സെൻറ്റിമീറ്ററിലും 10 ചുറ്റുകൾ വീതം ഉണ്ടാവില്ലേ? 10 ടേൺസ് ഉണ്ടാവില്ലേ? ഓക്കെ, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ ഓരോ സെൻറ്റിമീറ്ററിലും എത്ര ടേൺസ് ഉണ്ട്. നമ്മുടെ ഉദാഹരണത്തിൽ 10 ടേൺസ് ഉണ്ട്. അതേ രീതിയിൽ ഓരോ സോളിനോയിഡിലുള്ള ടേൺസിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് അതിൽ ഓരോ യൂണിറ്റ് ലെങ്തിലും ഓരോ 1 സെൻറ്റിമീറ്റർ ലെങ്തിലും എത്ര ടേൺസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതാണ് നമ്മുടെ ഈ എൻ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഈക്വൽ ടു μ0 ഇൻറ്റു, ഇനി നമുക്ക് വേണ്ട എന്താണ്? ടോട്ടൽ ഐ ആണ് വേണ്ടത്. ഈ ആംപീരിയൻ ലൂപ്പിനകത്തുള്ള ടോട്ടൽ കറൻറ്റ്. ആംപീരിയൻ ലൂപ്പിനകത്ത് ഒരു ടേണേ ഉള്ളുവെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാം? ഐ എന്ന് എഴുതാം. ഇതിനകത്ത് 2 ടേൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര കറണ്ട് ഉണ്ടാവും? ഓരോ ടേണിലും ഐ കറണ്ട് വീതം ഉണ്ടാവും. അപ്പം മൊത്തം എത്ര വരും? 2i. ശരിയല്ലേ?
ഇനി നമ്മുടെ ആംപീരിയൻ ലൂപ്പിനകത്ത് 10 ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആംപീരിയൻ ലൂപ്പിനകത്ത് 10 ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ ടേണിലും I കറണ്ട് വീതം 10 ടേൺസിൽ എത്ര വരും? 10I വരും. ചുരുക്കി പറയുവാണെങ്കിൽ നമ്മളിവിടെ എത്ര ടേൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ആംപീരിയൻ ലൂപ്പിനകത്ത് മൊത്തം എത്ര ടേൺസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ആംപീരിയൻ ലൂപ്പിനകത്ത്, ആംപീരിയൻ ലൂപ്പിന്റെ നീളം എത്രയാണ്? ഇതിന്റെ ലെങ്ത് എത്രയാണ്? ഈ വശം നോക്കിയാൽ മതി അല്ലേ? ലെങ്ത് എത്രയാണ്? L ആണ്. 1 സെന്റിമീറ്ററിൽ അഥവാ യൂണിറ്റ് ലെങ്തിൽ n ടേൺസ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ചാലോചിക്കുക. യൂണിറ്റ് ലെങ്തിൽ അഥവാ 1 സെന്റിമീറ്ററിൽ n ടേൺസ് ഉണ്ട്. മൊത്തം L സെന്റിമീറ്റർ. 1 സെന്റിമീറ്ററിൽ n ടേൺസ് ഉണ്ടെങ്കിൽ L സെന്റിമീറ്ററിൽ എത്ര ടേൺസ് ഉണ്ടാവും? Ln. ശരിയല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ 1 സെന്റിമീറ്ററിൽ 10 ടേൺസ് ഉണ്ടെങ്കിൽ 2 സെന്റിമീറ്ററിൽ 20 ടേൺസ്, 3 സെന്റിമീറ്ററിൽ 30 ടേൺസ്. ശരിയല്ലേ? അതേ രീതിയിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1 സെന്റിമീറ്ററിൽ n ടേൺസ്, 2 സെന്റിമീറ്ററിൽ 2n, 3 സെന്റിമീറ്ററിൽ 3n. അങ്ങനെയാണെങ്കിൽ L സെന്റിമീറ്ററിലോ? Ln. ഓക്കെ, ഇതിനകത്തുള്ള ടേൺസിന്റെ എണ്ണം നമുക്ക് കിട്ടി. എത്രയാണ്? Ln. ടേൺസിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ടേൺസ് ആണെങ്കിൽ 2i, 3 ടേൺസ് ആണെങ്കിൽ 3i, 10 ടേൺസ് ആണെങ്കിൽ 10i. അപ്പോൾ നമ്മുടെ Ln ടേൺസ് ആണെങ്കിലോ എന്താ വരിക? Lni. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ കറണ്ട് Lni. ആംപീരിയൻ ലൂപ്പിനകത്തുള്ള ടോട്ടൽ കറണ്ടിന്റെ വാല്യൂ ആണ് Lni. ഇനി നമുക്ക് ഈ ഓരോ ഇൻ്റഗ്രലിന്റെ വാല്യൂസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഇൻ്റഗ്രലിന്റെ വാല്യൂ എടുക്കാം. ഇൻ്റഗ്രൽ P to Q B ഡോട്ട് dl. ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് A ഡോട്ട് ബി ഫോമിൽ നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ. A ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ AB കോസ് തീറ്റയാണ്. അപ്പോൾ B ഡോട്ട് dlനെ അതേ രീതിയിലൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് എഴുതാം. ഓക്കെ, എന്താ വരിക? B dl കോസ് തീറ്റയുടെ വാല്യൂ നോക്കാം. ഇവിടെ തീറ്റയുടെ വാല്യൂ, അതായത് P to Q, ഈ ഒരു ലൈൻ ഇൻ്റഗ്രൽ ആണ് നമ്മൾ എടുക്കുന്നത്. B dl കോസ് തീറ്റയിലെ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ബിക്കും DLനും ഇടയിലുള്ള ആംഗിൾ ആണ്. മാഗ്നറ്റിക് ഫീൽഡിനും ലൈൻ സെഗ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ. മാഗ്നറ്റിക് ഫീൽഡ് നോക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ? നോർത്ത് നിന്ന് സൗത്തിലോട്ട് ഇങ്ങനെയാണ് പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ലൈൻ ഇൻ്റഗ്രലിന്റെ ഡയറക്ഷൻ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന ഡയറക്ഷനും ലൈൻ സെഗ്മെന്റിന്റെ ഡയറക്ഷനും ഒന്ന് തന്നെയാണ്. ദാറ്റ് മീൻസ് cos 0 വരും. cos 0യുടെ വാല്യൂ എത്രയാ? 1 ആണ് അല്ലേ? cos 0യുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മുടെ ഈ വാല്യൂ എന്താ വരിക? B dl ഇൻറ്റു 1, അതായത് B dl എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാം. ഇൻ്റഗ്രൽ Q to R B ഡോട്ട് dl. അതിൽ മാഗ്നറ്റിക് ഫീൽഡും ലൈൻ സെഗ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ അറിയണം. ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അല്ലേ? നേരെ വലത്തോട്ട്, അതായത് X ഡയറക്ഷൻ. ലൈൻ സെഗ്മെൻറ്റ് Q to R നേരെ മുകളിലോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് X ഡയറക്ഷനിലും Q to R ലൈൻ സെഗ്മെൻറ്റ് Y ഡയറക്ഷനിലുമാണ്. അതുകൊണ്ട് ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ Q to R B dl കോസ് വരുന്നത് എത്രയാണ്? 90. ഓക്കെ, ഇനി കോസ് 90യുടെ വാല്യൂ എത്രയാണ്? 0 അല്ലേ കോസ് 90? അപ്പോൾ ഇത് 0 ആയി കഴിഞ്ഞാൽ B dl ഇൻറ്റു 0, ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് 0 ആയിപ്പോവും. ദാറ്റ് മീൻസ് ഈ ഇൻ്റഗ്രൽ ക്യാൻസൽ ആയിപ്പോവും. ഇനി നമുക്ക് മൂന്നാമത്തെ ഇൻ്റഗ്രൽ നോക്കാം. ഇൻ്റഗ്രൽ R to S B ഡോട്ട് dl. അവിടെയും മാഗ്നറ്റിക് ഫീൽഡും ലൈൻ സെഗ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ
മാഗ്നറ്റിക് ഫീൽഡ് R2S എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ഇതാണ് അല്ലേ, R2S എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡ് ലൈനൊന്നും ഈ പാത്തിലൂടെ പാസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ പുറത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ കാണുന്നത്. അതായത് ഈ സോളിനോയിഡിൻ്റെ അകത്ത് ആക്സിസിൽ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള യൂണിഫോം ആൻഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാം. കാരണം വളരെ അടുത്തടുത്താണ് ഫീൽഡ് ലൈൻസ് കിടക്കുന്നത്. പക്ഷേ സോളിനോയിഡിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈൻസിൻ്റെ എണ്ണം വളരെ അകന്നകന്നാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ വളരെ വീക്കായിട്ടുള്ള ഫീൽഡാണുള്ളത്. ഉള്ളിലുള്ള ഫീൽഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സോളിനോയിഡിൻ്റെ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ വീക്കാണ്. അതുകൊണ്ട് ഈ പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് വളരെ നെഗ്ലിജിബിൾ ഫീൽഡ് ആയതുകൊണ്ട്, വളരെ വീക്കായിട്ടുള്ള ഫീൽഡ് ആയതുകൊണ്ട് നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അതായത് പുറത്ത് ഈ ഒരു റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ഏകദേശം 0 നമുക്ക് കണക്കാക്കാം. അങ്ങനെ വരുമ്പം ബിയുടെ വാല്യൂ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ പ്രോഡക്റ്റിൽ ഒരെണ്ണം 0 വന്നു കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രലും ക്യാൻസലായി. ഇനി നാലാമത്തെ ഇൻ്റഗ്രൽ നോക്കാം. ഇൻ്റഗ്രൽ S to P B dot dl. ഇതിൻ്റെ വാല്യൂ നമുക്ക് ബിയും ഡി എല്ലും, മാഗ്നറ്റിക് ഫീൽഡും ലൈൻ സെഗ്മെൻറ്റും തമ്മിലുള്ള വാല്യൂ, ആംഗിൾ എത്രയാണെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണ്. S to P എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് നേരെ താഴോട്ടാണ്. അതായത് നെഗറ്റീവ് വൈ ഡയറക്ഷൻ ആണ് അല്ലേ, നേരെ താഴോട്ട് വെർട്ടിക്കലി ആണ്, വൈ ഡയറക്ഷൻ ആണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡും വൈ ഡയറക്ഷനിലുള്ള ഓർ നെഗറ്റീവ് വൈ ഡയറക്ഷനിലുള്ള ലൈൻ സെഗ്മെൻറ്റിൻ്റെ വാല്യൂവും ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഡയറക്ഷനും രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? എക്സാക്ട്ലി 90 ഡിഗ്രി ആണ്. അപ്പോൾ 90 ഡിഗ്രി വരുമ്പം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഈ ഡോട്ട് പ്രോഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ബി ഡി എൽ കോസ് 90, സോറി കോസ് 90. ദെൻ കോസ് 90യുടെ വാല്യൂ എഗെയിൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 0. അപ്പോൾ ഈ പ്രോഡക്റ്റിൽ ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ ആ ലൈൻ ആ ഇൻ്റഗ്രൽ വാല്യൂസ് ഫുള്ള് 0 ആയി, ക്യാൻസലായി. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ലൈൻ ഇൻ്റഗ്രൽസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലിപ്പം 3 എണ്ണത്തിൻ്റെ വാല്യൂസും 0 ആയി കഴിഞ്ഞു. ഈ ഒരെണ്ണം, അതായത് ഇൻ്റഗ്രൽ P to Q B dl എന്ന് പറയുന്ന ഈ ആക്സിസിനുള്ളിലുള്ള ലൈൻ ഇൻ്റഗ്രൽ മാത്രമേ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം 0 ആയി കഴിഞ്ഞു. അത് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി നോക്കാം. ഇതാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഇൻ്റഗ്രൽ P to Q B dl ഈക്വൽ ടു μ0 ln I. ഇൻ്റഗ്രൽ P to Q B dl എന്ന് വെച്ചാൽ എന്താ? P മുതൽ Q വരെയുള്ള ലൈൻ സെഗ്മെൻറ്റിലെ ആകെ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് അതിനർത്ഥം. P മുതൽ Q വരെയുള്ള ലൈൻ സെഗ്മെൻറ്റിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇക്വിഡിസ്റ്റൻ്റ് സ്ട്രെയിറ്റ് ലൈൻസ് വിത്ത് സെയിം ഡയറക്ഷൻ അല്ലേ, ഒരേ ദിശയിലുള്ള ഒരേ അകലത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, നേർരേഖകളാണ്. അതായത് ഫീൽഡ് യൂണിഫോം ആണ്, ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാവുമ്പോൾ ബി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രൽ സൈൻ്റെ പുറത്തേക്ക് എടുക്കാം. ബി ഇൻറ്റു ഇൻ്റഗ്രൽ P to Q dl ഈക്വൽ ടു μ0 ln I. ഇതിൽ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റഗ്രൽ P to Q dl എന്ന് വെച്ചാൽ എന്താ അർത്ഥം? P മുതൽ Q വരെയുള്ള ലൈൻ സെഗ്മെൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്. P മുതൽ Q വരെ ഡി എൽ സെഗ്മെൻറ്റുകളെ, സ്മോൾ സെഗ്മെൻറ്റായ ഡി എൽ പ്ലസ് ഡി എൽ, അങ്ങനെ ഡി എല്ലുകളെ എല്ലാം കൂടെ സം ചെയ്തെടുക്കണം P മുതൽ Q വരെ. അപ്പോൾ ഡി എൽ, ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുമ്പം P മുതൽ Q വരെയുള്ള ടോട്ടൽ ലെങ്താണ് നമുക്ക് കിട്ടുക. P മുതൽ Q വരെയുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ ലെങ്താണ് L. സോ ഇൻ്റഗ്രൽ P to Q dl എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലെങ്ത് ഓഫ് ദ ലൂപ്പ് L ആണ്. സോ B ഇൻറ്റു L ഈക്വൽ ടു μ0 ln I.
ഈ ഇക്വേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ LHSലും RHSലും L ഉണ്ട്. ഇതാ കണ്ടോ, എല്ലാം പ്രോഡക്റ്റ് ഫോമിലാണ്. ന്യൂമറേറ്റർ അംശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിതിനെ L രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. B ഈക്വൽ ടു ഇപ്പുറത്ത് വരുന്ന എന്തൊക്കെയാണ്, μ0 NI. μ0 NI. ഇതാണ് സോളിനോയിഡിൻ്റെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. ഇനി സോളിനോയിഡിൻ്റെ ആക്സിസിൻ്റെ രണ്ട് എൻ പോയിന്റുകൾ, രണ്ട് അറ്റങ്ങൾ, ഈ രണ്ട് എൻഡിലും മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസമുണ്ട്. അതായത് ഇൻറ്റേർണൽ സൈഡിലുള്ള ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂവിനേക്കാൾ വ്യത്യാസമുണ്ട് ഈ രണ്ട് എൻഡിലും. അവിടെയുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കാം. സോളിനോയിഡിൻ്റെ ആക്സിസിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ വരുന്ന നോക്കൂ. B ഈക്വൽ ടു μ0 NI/2. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ്റെ നേർ പകുതിയാണ്. സോളിനോയിഡിൻ്റെ ആക്സിസിലെ വാല്യൂ നമുക്ക് കിട്ടിയത് B ഈക്വൽ ടു μ0 NI എന്നായിരുന്നു. ആക്സിസിൻ്റെ എൻ പോയിൻറ്റ്സിലെ വാല്യൂ വരുന്നത് ഹാഫാണ്. കണ്ടോ, /2. D ഈക്വൽ ടു μ0 NI/2. അതായത് ആക്സിസിലുള്ള വാല്യൂവിൻ്റെ നേർ ഹാഫാണ്, നേർ പകുതിയാണ് രണ്ട് എൻ പോയിൻറ്റ്സിലും വരുന്ന വാല്യൂ.